നമസ്കാരം. എൻ്റെ ഒരു കൂടെ കോളേജിൽ പഠിച്ച ഒരു സുഹൃത്തുണ്ടായിരുന്നു. വളരെ മെലിഞ്ഞിട്ടാണ് ആള്. നല്ല പോലെ ആഹാരം കഴിക്കും. പക്ഷെ വളരെ വളരെ മെലിഞ്ഞിട്ട്. ഇന്ന് ഇന്ന് അതിനെ ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആളുകൾ മെലിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട്. വണ്ണം വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് കഴിക്കുകയും വണ്ണം വെക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. എങ്കിൽ അവരിൽ കുറെ ആളുകൾ സ്വയം വിശ്വസിക്കുന്നത് വണ്ണം വെക്കാത്തത് ജനറ്റിക്കിന്റെ ഇഷ്യൂസ് ആണ്. ഞാൻ എത്ര കഴിച്ചാലും വണ്ണം വെക്കില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരു ഹാർഡ് ഗെയിനറിന്റെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചാണ് അവർ ഒരുപാട് പേര് ജീവിക്കുന്നത്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ശരീരമല്ല, അവരുടെ ആ ഒരു വണ്ണം വെക്കുന്നില്ല എന്നുള്ള പ്രോബ്ലത്തിനുള്ള അവരുടെ സ്ട്രാറ്റജിയാണ് അവരുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കണം. കാരണം ഇവര് പലപ്പോഴും ഈ വണ്ണം വെക്കാൻ വേണ്ടി ആഹാരം കഴിക്കും, നന്നായിട്ട് കഴിക്കും, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ഇവർ ചെയ്യുന്ന കുറച്ച് അബദ്ധങ്ങളോ അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇവർ വണ്ണം വെക്കാൻ വേണ്ടി നന്നായിട്ട് കഴിക്കും, പക്ഷെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ ജിമ്മിൽ പോയി വണ്ണം വെക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യും, പക്ഷെ കാർഡിയോ പോലുള്ളത് സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ കാർഡിയോ കൂടുതൽ ചെയ്യും. ഇവര് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ബൈസെപ്സ് ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ബൈസെപ്സിനും മസിൽ കേൾസും ഡംബൽ കേൾസും ചെസ്റ്റിനൊക്കെ വർക്കൗട്ട് ചെയ്യും, പക്ഷെ പ്രോപ്പറായിട്ട് ഉള്ള ഒരു വർക്കൗട്ട് റൂട്ടീൻ ഇവർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇവിടുത്തെ ഒരു പ്രോബ്ലത്തിനെ ഇവരിൽ കോമൺ ആയിട്ട് ഞാൻ പഠിച്ചേക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഇവർക്ക് ഇവരുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിനുള്ള കാലോറീസ് ഇവർ ഇൻപുട്ട് കൊടുക്കില്ല. കൃത്യമായിട്ടുള്ളൊരു ട്രെയിനിങ് പാറ്റേൺ ഇവർക്ക് ഉണ്ടാവില്ല. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്കൊരു റിക്കവറി പാറ്റേൺ ഉണ്ടാവില്ല. റിക്കവറി പീരീഡ് കാണിക്കത്തില്ല ഇവര്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണിത്. കാലറി ഔട്ടിനേക്കാൾ കൂടുതൽ കാലറി ഇൻ ഉള്ളിലേക്ക് കൊടുത്താൽ മാത്രമേ അവിടെ ഗ്രോത്ത് എന്ന് പറയുന്നത് നടക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചെലവാക്കുന്നതിനേക്കാൾ കൂടുതൽ ഉള്ളിലേക്ക് കൊടുത്താൽ മാത്രമേ അവിടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഉണ്ടാവത്തുള്ളൂ. ഇവിടെ കൃത്യമായിട്ടും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും ആദ്യമേ നിങ്ങളുടെ ഏജ് എത്രയും ആയിക്കോട്ടെ, നിങ്ങളുടെ വണ്ണം വളരെ മെലിഞ്ഞാണ്, നിങ്ങൾക്കത് വണ്ണം വെക്കണം എന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആൻഡ് പ്രൈമറി ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആഹാരത്തിനെയാണ്. ആൻഡ് ആ ആഹാരത്തിനെ കൃത്യമായിട്ട് ഒരാഴ്ചത്തേക്ക് ട്രാക്ക് ചെയ്യുക. നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ, ആ ആഹാരത്തിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക. പഴം, മുട്ട, പൊറോട്ട, നിങ്ങൾ എന്ത് കഴിക്കുകയാണെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ആ എഴുതി വെച്ചിട്ട് അതിനകത്ത് കൃത്യമായിട്ട് ഒരു 2800 മുതൽ 3000 കലോറി നിങ്ങൾക്ക് എത്തുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഉണ്ടാവില്ല. കാരണം ഈ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലും സമൂസ അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ഇത്രയും എത്തില്ല. അവിടെ എത്തുന്നത് മൊത്തം ഫാറ്റ് ആയിരിക്കും, കാലറീസ് ആയിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇതുപോലത്തെ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ചില വിശ്വാസം എനിക്ക് വണ്ണം വെക്കില്ല എന്ന് പറഞ്ഞ് തള്ളിവിടുന്നത്. കൃത്യമായിട്ടും നല്ല കാലറീസ് എത്തിക്കാനായിട്ട് അവിടെ ശ്രദ്ധിക്കുക. കാലറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോറ് മാത്രമല്ല അവിടെ മനസ്സിലാക്കേണ്ടത്. ശരിക്കും നമ്മളിവിടെ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ലിക്വിഡ് ആയിട്ടുള്ള കാലറീസിനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് പാലിനകത്ത് പീനട്ട് ബട്ടറും കടലയും പഴവും ഒക്കെ ഇട്ട് കഴിക്കാൻ പറ്റും. അത് ലിക്വിഡ് കാലറിയാണ്. അത് നിങ്ങൾ വിശക്കണം എന്നൊന്നുമില്ല, വിശന്നിട്ട് മാത്രമേ ഞാൻ ആഹാരം കഴിക്കുന്നില്ല. ഇന്റർമീഡിയന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടയിൽ ഒരു 5 നേരമായിട്ടോ 4 നേരമായിട്ടോ ഇത് കഴിക്കാൻ പറ്റും. അത് 3 day മീൽ എന്നുള്ളതിന് പകരം സ്മോളർ ആയിട്ട് ഒരു 5 to 6 ടൈംസ് ആയിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ മറ്റൊന്നാണ് വർക്കൗട്ടുകൾ. എക്സസൈസ് ഇവർ കൃത്യമായിട്ടും ചെയ്യണം, പക്ഷേ കോമ്പൗണ്ട് വർക്കൗട്ടുകളായിരിക്കണം ചെയ്യേണ്ടത്. അത് സ്ക്വാട്ട്, ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ് പോലുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. കാർഡിയോ ഒഴിവാക്കണമെന്നല്ല, മൈൽഡായിട്ട് വാമപ്പിന് കാർഡിയോ ചെയ്യുക. കാർഡിയോ മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ നോക്കുക. കാരണം കാർഡിയോ കൂടുന്തോറും നമ്മുടെ ഉള്ളിലുള്ള ഊർജം
ബേണായി തീരുകയാണ് ചെയ്യുക. നമുക്കത് വേണം, നമുക്കത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിനെ വളരാനും വണ്ണം വെക്കാനും ഒക്കെ അത് സഹായിക്കത്തുള്ളൂ. എത്രത്തോളം നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് റിക്കവറി പീരിയഡ് റെസ്റ്റ് കൊടുക്കുന്നോ അത്രത്തോളം മസിൽസ് വളരും, അത്രത്തോളമാണ് ശരീരം ഡെവലപ്പ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ആഴ്ചയിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 2-3 തവണയായിട്ട് കാർഡിയോ അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഹാരത്തിനെയും മോണിറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അച്ചീവ് ദാറ്റ്. കുറേയൊക്കെ നമ്മളുടെ സെൽഫ് അവയർനെസിന്റെ ഭാഗമാണ്. പിന്നെ സെൽഫ് അവയർ അല്ലാത്തത് കൊണ്ടും നമുക്കിതെല്ലാം മറന്നുപോകും. നമ്മുടെ മൈൻഡ് സെറ്റിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളെ നല്ല ശീലങ്ങൾ കൊണ്ട് പഠിച്ചുകൊണ്ട് തിരുത്തുക. ഓക്കെ, റിയൽ ട്രൂത്ത് എന്ന് പറയുന്നത് ഇതാണ്. സ്ട്രാറ്റജി തെറ്റിപ്പോയാൽ ഒരു ശരീരവും വളരില്ല. ഓക്കെ, നിങ്ങൾ ജനറ്റിക് വിക്ടിം ആവില്ല, അങ്ങനെ ഒരു സാധനം ഇല്ല ശരിക്കും. നമുക്ക് നമ്മളുടെ ഒരു സ്ട്രാറ്റജി, നമ്മുടെ ഒരു പ്ലാനിങ്ങിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നല്ല കോൺഫിഡൻസ് ആയിട്ടിരിക്കുക, നല്ല എനർജി മതി, എല്ലാം ഓക്കെയാണ്. ഓക്കെ, ഇനി ഞാൻ ഈ പറയുന്ന ഒന്ന് എഴുതി വെച്ച് നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മീൽസിനെ ഷെഡ്യൂൾ ചെയ്യുക. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ട്രാക്ക് ചെയ്യുക. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുടെ കൂടെ കുറച്ച് നാൾ, ഒരു 6 മാസം നന്നായിട്ടൊന്ന് ട്രെയിൻ ചെയ്യുക. നന്നായിട്ട് ലിക്വിഡ് കാലോറീസിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മീൽസിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടും അറിയാം എന്താ നടക്കുന്നതെന്ന്. നിങ്ങളുടെ സ്ട്രഗിൾസ്, നിങ്ങൾ അനുഭവിച്ചേക്കുന്ന സ്ട്രഗിൾസ് ഒന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത് ബാക്കിയുള്ളവർക്കും മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കും. നിങ്ങളുടെ വെയിറ്റ് കൂടാൻ വേണ്ടി നിങ്ങൾ എടുത്തേക്കുന്ന മെഷേഴ്സ് എന്താണ് എന്നൊന്ന് താഴെ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഇൻഫോർമേറ്റീവ് ആയിരിക്കും. നിങ്ങളുടെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം. തീർച്ചയായും ഞാനത് വായിക്കുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടെയുള്ള ഒരു മെലിഞ്ഞ ചങ്കിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.